അസ്സലാമു അലൈക്കും. ഷാഫി തൻ്റെ കയ്യിലുള്ള സ്വപ്നവായിക്കാനും പുസ്തകം നെഞ്ചിൽ വെച്ച് ബെഡിൽ കിടന്നങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടേയിരുന്നു. പണ്ടൊക്കെ എന്തെങ്കിലും സ്വപ്നം കണ്ട അതൊക്കെ ഈ പുസ്തകത്തിൽ നോക്കിയാണ് എന്താണെന്ന് നോക്കാറ്. എല്ലാം ശരിയായി വരാറില്ലെങ്കിലും പലപ്പോഴും പലതും സത്യമായി തന്നെ പുലർന്നിട്ടുണ്ട്. ചില കിനാവുകൾ എന്താണെന്ന് അർത്ഥമാക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഈ പുസ്തകത്തിൽ നോക്കി കഴിഞ്ഞാൽ പിന്നീട് ആദിയാണ് ഇതെങ്ങാനും ജീവിതത്തിൽ സംഭവിച്ചാലോ എന്ന് കരുതി. അതുകൊണ്ടാണ് പിന്നെ കുറേ കാലമായി ഈ പുസ്തകം തൊടാതെ നിന്നത്. ഇതെന്തുകൊണ്ടോ നോക്കാൻ തോന്നുകയും നോക്കുകയും ചെയ്തിരിക്കുന്നു. കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയുന്നത് മഴ തനിക്ക് അനുഗ്രഹമാണെന്നും മരണപ്പെട്ട യുവതിയെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപോലെ ആഗ്രഹിച്ച ആണും പെണ്ണും വിവാഹിതരാവുമെന്നാണ്. ഞാൻ ഷഹനാസിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതുപോലെ അവൾ എന്നെയും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു കാണുമോ? പക്ഷേ സ്വപ്നത്തിൽ മറ്റൊന്നു കൂടി കണ്ടിരുന്നു. അതിൻ്റെ വ്യാഖ്യാനമാണ് ഭയപ്പെടുത്തുന്നത്. സ്വപ്നത്തിൽ താൻ വിവാഹം കഴിക്കുന്ന വധു പെട്ടെന്ന് മറയുന്നതും താൻ പിന്നീട് ഭയത്തോടെ അവളെ തിരയുന്നതും കാണുമ്പോഴാണ് നെട്ടി ഉണരുന്നത്. അതിൻ്റെ വ്യാഖ്യാനം പറയുന്നത് അങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നയാൾ ഉടനെ മരണപ്പെടുമെന്നാണ്. സന്തോഷം നൽകുന്നതും ഭയപ്പെടുത്തുന്നതുമായ സ്വപ്നങ്ങൾ ഒരുമിച്ച് കണ്ട് ചിന്തകൾക്ക് തീ പിടിച്ചിരിക്കുന്നു. വേണ്ടില്ലായിരുന്നു, ഈ പുസ്തകം ഇപ്പോൾ നോക്കണ്ടില്ലായിരുന്നു. സന്തോഷം നൽകുന്ന സ്വപ്നങ്ങൾ മാത്രം ആലോചിച്ചിരിക്കാനും ഭയപ്പെടുത്തുന്ന പിശാചിൽ നിന്നായിരിക്കുമെന്ന് അത് ആരോടും പറയാതെ തള്ളിക്കളയണമെന്നും പഠിച്ചത് ഓർത്തെടുത്ത് പതുക്കെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. പെട്ടെന്ന് ബാത്റൂമിൽ കയറി നിസ്കരിക്കാനായി റെഡിയായി പള്ളിയിലേക്ക് നടക്കുമ്പോഴും ചിന്തകൾ സമ്മതം ചോദിക്കാതെ കയറുന്നുണ്ടായിരുന്നു. നമസ്കാരം കഴിഞ്ഞതും പള്ളിയിലെ ഉസ്താദിനെ അന്വേഷിച്ചപ്പോൾ ഉസ്താദ് നാട്ടിൽ പോയതാണെന്നറിഞ്ഞു. കൂടുതൽ പിന്നെ അവിടെ നിൽക്കാതെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു. ആരോടെങ്കിലും കണ്ട കിനാവിനെക്കുറിച്ചൊന്നും പറയാൻ തോന്നിയെങ്കിലും കിനാവുകൾ സൂക്ഷിച്ചു വെക്കുകയാണ് നല്ലതെന്ന് എവിടെ നിന്നോ കേട്ടത് മനസ്സിലേക്ക് വന്നതും ആ ശ്രമം അവൻ ഉപേക്ഷിച്ചു. അന്ന് വൈകുന്നേരം സുഹൃത്തുക്കളുടെ കൂടെ ഷഹനാസിൻ്റെ വീട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. അവൾ ക്ലാസ്സിന് പോയി വരുന്ന സമയമായതിനാൽ വീടിൻ്റെ അടുത്തേക്ക് പോവാതെ കുറച്ച് ദൂരെയായി വണ്ടി പാർക്ക് ചെയ്ത് കമാൽ മാത്രം അന്വേഷിച്ച് വരാമെന്ന് പറഞ്ഞ് അവൻ അവളുടെ വീട്ടിലേക്ക് നടന്നു. നമുക്ക് ഒരു ചായ പോയി കുടിച്ചാലോ ഇക്ബാലേ എന്ന് ഷാഫി ചോദിച്ചതും ഷാഫി, നമുക്ക് കമാലും കൂടി വന്നിട്ട് ഒരുമിച്ച് പോയാൽ പോരെ എന്ന് ഇക്ബാൽ പറഞ്ഞപ്പോൾ ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവന് വരുന്നവരെ എങ്ങനെ നിൽക്കാൻ വയ്യ, മനസ്സ് ഓരോന്ന് തോന്നിപ്പിക്കും, അവൻ വന്ന ശേഷം ഒന്നുകൂടി കുടിച്ചാൽ പോരെ. അവൻ്റെ മനസ്സ് വായിച്ച ഇക്ബാൽ, എന്താ ഷാഫി ഇത്, ഈ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ നിൽക്കല്ലേ, നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ, ഇനിയിപ്പോൾ ഇത് ആലോചിച്ച് പിരാന്തായി നടക്കേണ്ടി വരും, അതല്ലെങ്കിൽ മറ്റൊന്ന്, അങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ കൂടുതലായിട്ട് ചിന്തിച്ചിട്ടിങ്ങനെ കാട് കയറണ്ട, അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഞാൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ ഇക്ബാലെ, പിന്നെ അവസ്ഥ അജാതി അവസ്ഥയല്ലേ, എവിടെയെങ്കിലും ഒരു വെളിച്ചം കണ്ടാൽ കാത്തിരിപ്പ് അവസാനിച്ചെന്ന് തോന്നിപ്പോവുകയാണ്. സജീർ അവനോട് പറഞ്ഞു, ഈ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റൂല ഷാഫി, കണ്ടിഷ്ടപ്പെട്ട് നടക്കുമെന്ന് ഉറപ്പിച്ചത് വരെ അവസാന ഘട്ടത്തിൽ മുടങ്ങിപ്പോയിട്ടുണ്ട്. എന്നിട്ട് മാസങ്ങളെടുത്ത് അവളെ മനസ്സിൽ നിന്നും ഒഴിവാക്കി വീണ്ടും തെണ്ടാൻ നടക്കണം. പെൺകുട്ടികൾക്ക് ആ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അവർ കെട്ടിക്കഴിഞ്ഞ് ജീവിതം തുടങ്ങിയ ശേഷമായിരിക്കും മിക്കതും ഭർത്താവിനെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുക. പക്ഷേ നമ്മൾ ആണുങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ട ആ റൂമിൽ വെച്ച് തന്നെ അവളോടൊപ്പം മരണം വരെയുള്ള ജീവിതം സങ്കല്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. അതേടാ സജീറെ, ഈ പറഞ്ഞത് കറക്റ്റാ, അത് പരം സത്യ. വാ, എന്തായാലും നമുക്ക് ആ ചായക്കടയിലൊന്ന് പോയി ചായ കുടിച്ച് വരാം, അപ്പോഴത്തേനെ ആ കമാലെത്തുള്ളൂ, പിന്നെ അവനെ കൂട്ടി ഒന്നുകൂടി പോവാം. അവർ ആ അടുത്തുള്ള ചായക്കടയിൽ നിന്നും ചായയും കുടിച്ച് അവിടെ നിന്നും വണ്ടിക്കരികിലേക്ക് നടന്നെത്തുമ്പോഴാണ് കമാൽ ദൂരെ നിന്നും നടന്നു വരുന്നത് അവർ കാണുന്നത്. കമാലിൻ്റെ ആ വരവ് കണ്ട് ആ നടത്തം കണ്ടിട്ടേ സംഗതി പോയ മട്ടാണ് ഷാഫി എന്ന് ഇക്ബാൽ പറഞ്ഞതും ഷാഫി ഇത് കേട്ട് ചിരിച്ചു മറച്ചു വെക്കാതെ അവനോട് പറഞ്ഞു, എനിക്കും ആ അഭിപ്രായം ഇല്ലാതില്ല. ആരെയും നോക്കാതെ വണ്ടിയിലേക്ക് കയറിയ കമാൽ തൻ്റെ മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്ന അവരോടായി പറഞ്ഞു, ഞാൻ നേരെ കാര്യം പറയണോ അതോ വളഞ്ഞു തിരിഞ്ഞ് 10-15 മിനിറ്റ് എടുത്ത ശേഷം കാര്യത്തിലേക്ക് വന്നാൽ മതിയോ? അവൻ ഉദ്ദേശിച്ചത് മനസ്സിലായതുപോലെ ഷാഫി പറഞ്ഞു, അത് ശരി, അപ്പോൾ സംഭവം കിട്ടിയിട്ടില്ലെന്ന് ഉറപ്പായി, ഇനി കാരണം മാത്രം പറഞ്ഞാൽ മതി, അല്ലാതെ വളഞ്ഞ് മൂക്ക് പിടിക്കണ്ട.
കമാൽ പറഞ്ഞു. ഇന്നലെ നമ്മളെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ വൈകിട്ട് അവളെ കാണാൻ വന്ന ടീം അവളെ ഇഷ്ടപ്പെട്ട് നാളെ മിഠായി കൊടുക്കുകയാണ്. ഷാഫി നെടുവീർപ്പിട്ടുകൊണ്ട് ചോദിച്ചു. ആ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ചെന്നപ്പോൾ മുതൽ അവൾ ഉമ്മാൻ്റെ കൂടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നിനക്കാണെന്ന് പെണ്ണ് നോക്കുന്നതെന്നൊന്നും പറഞ്ഞില്ല. വെറുതെ ഞാൻ പെണ്ണ് ടെൻഷൻ ആവണ്ട എന്ന് കരുതി. എല്ലാം കേട്ടിരിക്കുന്ന സിജിർ ഷാഫിയോട് ചോദിച്ചു. അതെ, നിനക്ക് വിധിച്ചതല്ലായിരിക്കും ഷാഫി. ഈ വിട്ടേക്ക്. ഇനി ഈ മൂഡ് കളയണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തത് നോക്കാം. ഇത് കേട്ട് ഷാഫി അവനോട് പറഞ്ഞു. ഇനിയും ഇങ്ങനെയൊക്കെ അന്തം പോയി ഇരിക്കാണോ അടുത്തത് നോക്കുന്നത്? ഞാൻ ഈ കുട്ടിയുടെ മനസ്സ് അന്ന് വായിച്ചത് കൊണ്ട് മാത്രമാണ് ഈ കുട്ടിയെ ഒന്നും കൂടി പറ്റുമെന്ന് ഇറങ്ങിയത്. നിന്നെ എനിക്കൊരു മറ്റൊരു ബന്ധത്തിൽ യാതൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് നിങ്ങളെന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി അവനോട് ആ വിഷയം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതോടെ ആരും പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. വീട്ടിൽ വന്ന ശേഷമാണ് വരൾച്ച നിറഞ്ഞ ഒരവസ്ഥ കൂടിയത് തിരിച്ചറിയാൻ തുടങ്ങുന്നത്. ചെറിയൊരു പ്രതീക്ഷ നൽകിയിരുന്ന ആ ഷഹനാസും ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നു. ഇനിയും ഞാൻ ഇരുട്ടിലൂടെ തന്നെ നടക്കണം. പിന്നീടുള്ള ദിവസങ്ങൾക്കും മാസങ്ങൾക്കും വേഗത കൂടിയത് അറിഞ്ഞതുപോലുമില്ല. രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങും. ചിലപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം എവിടെയെങ്കിലും പോവും. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങോട്ടില്ലാത്ത യാത്രകൾ. പുതിയ ആലോചനകൾ പലതും വരുന്നത് ഉമ്മയും ഉപ്പയും വന്ന് പറയും. പറ്റില്ലെന്ന് മറുപടി കൊടുത്തുകൊണ്ട് എല്ലാം ഒരൊറ്റ നോട്ടത്തിൽ അവരോട് പറ്റില്ലെന്ന് പറയുന്ന അവസ്ഥയായിട്ടുണ്ട്. എല്ലാവർക്കും ഷാഫിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന ചിന്തയായിരിക്കണം. ആരും കൂടുതലിപ്പോൾ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞു നിൽക്കാറില്ല. നാട്ടുകാരും എന്തോ തനിക്ക് കാര്യമായി പറ്റിയിട്ടുണ്ടെന്ന ചിന്തയാണ് നോക്കുന്നതെന്ന് തോന്നും. ആരെയും കൂടുതൽ മൈൻഡ് ഞാൻ ചെയ്യാറില്ല. സുറുമയും ഉമ്മയും അന്ന് പോയ ഉസ്താദിനെ കാണാൻ വീണ്ടും പോയത് ഉമ്മ ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്നത് കേട്ടു. മറ്റുള്ളവരുടെ ചെയ്തികൾ കാരണമായി ഒന്നും ഇപ്പോൾ തനിക്കോ തൻ്റെ കുടുംബത്തിനോ വന്നു ചേർന്നിട്ടുള്ള പ്രശ്നങ്ങളിലില്ല എന്നാണത്രേ അവരെ പറഞ്ഞത്. ഏതായാലും സമാധാനമായി. കഴിയുന്നതും പെട്ടെന്ന് അവൻ്റെ കല്യാണം നോക്കണമെന്നാണ് ആ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ അവർ പിന്നെ എന്നോട് കെട്ടണ്ടെന്ന് പറയും ഉമ്മ എന്ന് അവൻ മറുപടി ചോദിച്ചു. അതിനുശേഷം ഉമ്മ പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരിക്കൽ അവരെല്ലാവരും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ സുറുമിത്ത പറഞ്ഞു. ഷാഫി, എന്താപ്പോൾ എൻ്റെ കോലം? ആ താടി മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെട്ട്. ഇതിപ്പോൾ ആൾക്കാർ കണ്ടാൽ എന്താ വിചാരിക്കുക? ഇപ്പോൾ ഇതല്ലേ ഫാഷൻ? ഞാൻ എന്താ പുറത്തുള്ള ആരും കാണാത്ത ആളാണോ? നിനക്ക് മാത്രമേ ഉള്ളൂ ഈ ഫാഷനെ? ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെപ്പോലെ ഒരാൾ ഈ ദുനിയാവിലുണ്ടാവുമോ? നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ ഞാൻ മാത്രം എങ്ങനെയൊക്കെ നടക്കണം? സുറുമെ കൂടുതൽ ആ വിഷയം പറയാതെ അവനോട് പറഞ്ഞു. ഞാനേ പറഞ്ഞത് ഞങ്ങൾക്ക് തന്നെ എങ്ങനെ നിന്നെ കാണുമ്പോൾ സഹിക്കുന്നില്ല മോനെ. അപ്പോൾ ഉമ്മാൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അവൻ മറുപടി ഒന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അന്ന് രാത്രിയിൽ വളരെ വൈകിയാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതാണ്. ആളൊഴിഞ്ഞ റോഡ്. എല്ലാ മനുഷ്യരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി പാതി ഉറക്കം പിന്നിട്ട സമയം. ഞാനും ജീവിതവും തമ്മിൽ പിണങ്ങിയപ്പോൾ ദുനിയാവിനോട് വെറുപ്പ് കൂടി ആയുസ് തീർക്കുന്ന സമയവും. ഒറ്റയ്ക്കുള്ള യാത്രകൾ. ഒരുപാട് ആളുകളെ നിത്യവും കാണും. ആരോടും സംസാരിക്കാൻ നിൽക്കില്ല. കടലിൻ്റെയും പുഴയുടെയും തീരത്താണ് സമയം കൂടുതലായും ചിലവഴിക്കാറ്. ആശ്വസിപ്പിക്കാൻ വരുന്ന തീരയും തന്നെ കാണാൻ വയ്യുന്ന പോലെ മറഞ്ഞകലുന്ന ഒഴുക്കും മണിക്കൂറുകളോളം ഒറ്റയ്ക്ക് നോക്കി നിൽക്കും. ദുഃഖങ്ങൾ കഴുകിക്കളയാൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് കടപ്പുറം. ചുറ്റും കൂടുന്ന മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലേക്ക് അവൻ നോക്കാറേയില്ല. ഓരോ ദിവസം ഓരോ വഴിക്ക്. നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഓരോ ദിവസവും ഓരോ മസ്ജിദുകളിൽ. മരവിച്ച മനസ്സിൻ്റെ സമാധാനം തേടിയുള്ള യാത്രകളിൽ ഒരുപാട് മക്കാമുകൾ സന്ദർശനം നടത്തി ദുആകൾ കൊണ്ട് ഹൃദയം തണുപ്പിക്കും. അങ്ങനെ മനസ്സിനെ ആലോചനകൾക്കും ഓർമ്മകൾക്കും വിട്ടുകൊടുക്കാതെയും അതിനുള്ള വഴിയൊരുക്കാതെയും തീർത്തുകൊണ്ടേയിരിക്കുന്നു. കാലിയായി കിടക്കുന്ന റോഡിലൂടെ ഡ്രൈവ് ചെയ്തു വരുമ്പോൾ ആ സമയത്തും നീ എവിടെയാണെന്ന് ചോദിച്ചു വിളിക്കുന്ന ഉമ്മ എന്ന തലോടലിൻ്റെ സ്നേഹം ആലോചിച്ച് കണ്ണുകൾ നിറയുന്നത് തുടച്ചാണ് മെയിൻ റോഡിൽ നിന്നും നാട്ടിലേക്കുള്ള റൂട്ടിലേക്ക് തിരയുന്നത്. പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൽ ആരെയോ കണ്ടതുപോലെ ബ്രേക്ക് ചവിട്ടി തിരിഞ്ഞു നോക്കി. ആ മങ്ങിയ വെളിച്ചത്തിൽ ആളെ മനസ്സിലാവുന്നില്ല. പക്ഷെ മുഖം എവിടെ കണ്ടതുപോലെ. വണ്ടി പിറകോട്ടെടുത്ത് ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ആളെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ നാട്ടുകാരനും പരിചയക്കാരനുമായ റഹീം. ഇവനെന്താ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത് ചിന്തിച്ച് വണ്ടിയിൽ നിന്നും ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നു.
അവനോട് സലാം പറഞ്ഞ് മുഖത്തേക്ക് നോക്കിയതും ഇരുട്ടിൻ്റെ മറവിലിരുന്ന് അവൻ കരയുകയാണെന്ന് മനസ്സിലായതോടെ അവൻ്റെ അടുത്തേക്കിരുന്ന് അല്ല റഹീം, എന്തു പറ്റി നിനക്കെന്ന് ചോദിച്ച് അവനോട് സംസാരിക്കാൻ തുടങ്ങി. ആ അർദ്ധരാത്രി ആരുമില്ലാത്ത സമയത്ത് തൻ്റെ മുന്നിലിരിക്കുന്ന റഹീം ഷാഫിയുടെ അനുഭവങ്ങളുടെ ഭാരമല്ല, ദുനിയാവിലുള്ള മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥകളുടെ ഭാരം എന്ന സത്യം അവനെ മനസ്സിലാക്കി കൊടുക്കാൻ പടച്ചോൻ തീരുമാനിച്ച പടപ്പാണ് അതെന്നും അപ്പോഴും അവൻ അറിയുന്നില്ലായിരുന്നു. ഷാഫി റഹീമിൻ്റെ അടുക്കിലിരുന്ന് കാര്യങ്ങൾ അന്വേഷിച്ചതും അവൻ പറയാൻ മടിച്ചതോടെ ഷാഫി പറഞ്ഞു, എന്നോട് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ പറ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോവാം, ഞാൻ അങ്ങോട്ട് ആക്കി തരാം കേട്ടോ. നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട് എനിക്കിനി പോകാൻ കഴിയില്ല. നീ പൊയ്ക്കോ ഷാഫി, ഞാനേ വീട്ടിലേക്കില്ല, കിടന്നിട്ട് ഒരു സമാധാനം കിട്ടാഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. എനിക്കിവിടെ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. നീ പൊയ്ക്കോ വീട്ടിലേക്ക്. എന്താടാ അതിന് മാത്രം എനിക്ക് പ്രശ്നം? എന്താണ് ഉണ്ടായത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്താ പ്രശ്നം? എന്തായാലും എന്നോട് പറ, എന്തിനും പരിഹാരമുണ്ട്, എന്നോട് പറ റഹീമേ. ഷാഫിയെയും അവൻ്റെ ജീവിതം അറിയാവുന്ന റഹീം അവനോട് പറഞ്ഞു. ഷാഫി, നിനക്ക് എൻ്റെ ജീവിതം ഏറെക്കുറെ അറിയാവുന്നതല്ലേ. ഞാനും നിന്നെപ്പോലെ 2 വിവാഹം ചെയ്തയാളാണ്. ഇപ്പോൾ എൻ്റെയും രണ്ടാമത്തേത് ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. റഹീം ആദ്യം വിവാഹം ചെയ്ത പെണ്ണ് അവൻ ഗൾഫിലായിരുന്ന സമയത്ത് അവളെ ജോലിക്ക് വിടാത്ത കാരണം പറഞ്ഞ് അവനെ വേണ്ടെന്ന് പറയുകയായിരുന്നു. അന്ന് നാട്ടുകാർ പല കാരണങ്ങളും ഇവനെതിരെ പറഞ്ഞ് നടക്കുന്നത് കേട്ടിരുന്നു. പിന്നീട് തനിക്ക് വന്ന അവസ്ഥകൾ മനസ്സിലായ ശേഷമാണ് റഹീമും അവൻ്റെ കുടുംബവും പറഞ്ഞതാണ് യഥാർത്ഥ കാരണങ്ങളെന്ന് ബോധ്യപ്പെടുന്നത്. ഇവൻ രണ്ടാമത്തേത് കെട്ടിക്കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞതും അതിലൊരു കുഞ്ഞുള്ളതും അറിയാം. പിന്നീട് എന്താണ് സംഭവിച്ചത്? ചോദ്യങ്ങൾ മനസ്സിലിട്ട് ഷാഫി അവനോട് ഓരോന്നോരോന്നായി ചോദിച്ചു കൊണ്ടേയിരുന്നു. റഹീം മനസ്സിലുള്ള നൊമ്പരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ ഒരത്താണി കണ്ടതുപോലെ പറയാൻ തുടങ്ങി. ഷാഫി, ആദ്യത്തേത് ഒഴിവാക്കി ഒരുപാട് നടന്നിട്ടും കല്യാണം ശരിയാവാതെ വന്നപ്പോഴേ അവസാനം വീട്ടുകാരെ നിർബന്ധത്തിന് വഴങ്ങി അവർ പറഞ്ഞ ഒരു പെണ്ണിനെ ഞാൻ കെട്ടിയത്. നിനക്ക് അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കി കാണുമോ എന്നറിയില്ല. ഒന്ന് ഒഴിവാക്കിയാൽ നമ്മളെ അനുഭവിക്കാൻ വരുന്ന മാനസികപരമായ ബുദ്ധിമുട്ടുകൾ, ആഗ്രഹങ്ങളൊക്കെ എനിക്കും കുറേ ഉണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ആഗ്രഹിച്ചത് കിട്ടുമെന്ന് കരുതി ഞാൻ ഒരുപാട് കാത്തിരുന്നു. പക്ഷേ കിട്ടിയില്ല. വിധി മറ്റൊന്നായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എല്ലാവർക്കും എൻ്റെ പിടിവാശി കൊണ്ടാണ് കല്യാണം ശരിയാവാത്തത് എന്നായിരുന്നു. അവസാനം ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി. വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് ആ കുട്ടിയുമായി വിവാഹം നടന്നു. അവളെ കണ്ടാലേ ഒരു കുഴപ്പമില്ല. അന്വേഷിച്ച സമയത്തും ആരിൽ നിന്നും തടസ്സങ്ങളായി ഒന്നും തന്നെ കേൾക്കാനും കഴിഞ്ഞില്ല. എന്നെയും എൻ്റെ ചെറിയ കുടുംബത്തെയും സ്നേഹിക്കാൻ കഴിയുന്ന ബന്ധം ആയാലും ഞാൻ സന്തോഷവാനാകുമായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജീവിതമാണ് പിന്നെ ഷാഫി എനിക്ക് കിട്ടിയത്. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് ആ കുട്ടിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. നിക്കാഹ് കല്യാണത്തിൻ്റെ അന്ന് തന്നെ ആയിരുന്നാൽ ഞങ്ങൾ തമ്മിൽ ഫോണൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു, ഒന്നും സംസാരിച്ചിട്ടുമില്ലായിരുന്നു. ആദ്യമായി തൻ്റെ ഭർത്താവിനോട് സംസാരിച്ച് തുടങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ സംസാര രീതി കേട്ട് എനിക്കന്ന് അത്ഭുതവും സങ്കടവും വന്നു. ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾ ഉണ്ടാകുമോ എന്ന് കരുതി ഞാൻ. എന്താണ് കാര്യമെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഞാനത് മറച്ച് വെക്കുന്നത്. ആദ്യ രാത്രി സ്വന്തം ഭാര്യക്കരിയിൽ കിടന്ന് എൻ്റെ വിധി ആലോചിച്ച് ഞാൻ എത്ര കണ്ണീരൊഴുക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയോ? ദിവസങ്ങൾ കൂടുന്തോറും ഓരോ പ്രശ്നങ്ങളാണ് പിന്നീട് അവളിൽ നിന്നും കാണാൻ തുടങ്ങിയത്. ആരുടെങ്കിലും പോയി പറഞ്ഞാൽ കേൾക്കുന്നവർ വിചാരിക്കുക നമുക്ക് കുറ്റങ്ങൾ മാത്രമേ ആ കുട്ടിയെക്കുറിച്ച് പറയാനുള്ളൂ എന്നായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ലേ? റഹീമിൻ്റെ ഈ സംസാരം കേട്ട ഷാഫി ചോദിച്ചു, അല്ല റഹീമേ, എന്തായിരുന്നു അവളെ പ്രശ്നം? എങ്ങനെയാണ് ഞാനത് നിനക്ക് പറഞ്ഞു തരിക ഷാഫി? എനിക്കറിയില്ല. ഇതുപോലെ എന്നോട് ചോദിക്കുന്നവരോട് മുഴുവൻ എന്താണ് ഞാൻ പറയുക, എങ്ങനെയാണ് ഞാൻ പറയുക എന്നറിയാതെ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞു. ആരെയെങ്കിലും കാണിച്ചാലോ എന്ന് കരുതി അവളോട് അക്കാര്യം പറഞ്ഞപ്പോൾ എനിക്കാണോ അസുഖം, അവൾക്കൊരു കുഴപ്പമില്ല എന്നാണ് അവൾ പറഞ്ഞ് മിണ്ടാതെ നടക്കും. ഇപ്പോഴും നിനക്ക് സംഗതി പിടികിട്ടിയിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ മനസ്സിലാക്കിയത് പ്രായത്തിൻ്റെ പക്വതയില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം ക്ഷമിച്ചും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും ശ്രമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷേ എങ്ങനെ നന്നാക്കാൻ നോക്കിയാലും പ്രശ്നങ്ങൾ തന്നെയാണ് അവസാനം സംഭവിക്കുക. വർഷങ്ങൾ ഞാൻ അവളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജീവിച്ചു. അവസാനം എല്ലാവരും പറഞ്ഞു ഒരു കുട്ടിയായി എല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞു. അവസാനം കുട്ടിയുമായി.
അതോടെ ഞാൻ അവളുമായി കൂടുതൽ ബന്ധിക്കപ്പെട്ടു. എന്താ പറയുക, പ്രായത്തിനനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവില്ലാത്തൊരു പെൺകുട്ടി. അവളെ വീട്ടുകാരെ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവർ എന്നെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കും. എനിക്കാണ് കുഴപ്പമെന്ന രീതിയിൽ പെരുമാറും. ഒരു വട്ടം പോലും ഞാൻ പറയുന്നത് മനസ്സിലാക്കി ആരും ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാനോ എൻ്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കാനോ ശ്രമിച്ചില്ല കേട്ടോ. അവസാനം ഞാൻ ആ കുടുംബത്തോടുള്ള സകല ബന്ധം ഒഴിവാക്കി. അങ്ങോട്ട് പോകാറില്ല. അവരുമായി ബന്ധമുള്ള ആരോടും സംസാരിക്കാൻ നിൽക്കാറില്ല. ഒരു പരിപാടിക്കും പങ്കെടുക്കില്ല. അങ്ങനെയൊക്കെ അവരെന്നെ മാറ്റിക്കളഞ്ഞു. എന്താ ചെയ്യുക? നമ്മൾ ആഗ്രഹിച്ചതൊന്ന്, നമുക്ക് വിധിച്ചതൊന്ന്. ഞാൻ പിന്നെ എന്തിനാണ് ആ വീട്ടുകാരോട് അടുക്കുന്നത്? ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് തരുമ്പോൾ അവളെക്കൊണ്ട് നമുക്ക് സമാധാനം കിട്ടണ്ടേ? എന്നാലേ നമുക്ക് അവളുടെ കുടുംബമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. എനിക്കൊരു സമാധാനം തരാത്ത ആ ഒരു കുട്ടിയെ തന്നിട്ട് ഞാനെങ്ങനെ ആ കുടുംബത്തോട് കടപ്പാട് ഉള്ളവനാകും? ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു അവളുടെ ഉപ്പ. അയാളോട് ഞാനൊരിക്കൽ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് കരഞ്ഞ അയാൾ പറയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യുക, നീ ക്ഷമിക്കുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പതറി. പിന്നീട് ഞാൻ ആ മനുഷ്യനോട് ഒന്നും പറയാൻ ചെന്നിട്ടില്ല. നിനക്കറിയോ, ഒരു കുഞ്ഞുണ്ടായിട്ട് മുല കൊടുക്കേണ്ട സമയത്തെ എൻ്റെ കുട്ടിക്ക് അവൾ മുല കൊടുക്കൂല. കുട്ടി കരഞ്ഞാലും കൊടുക്കൂല. തൊട്ടിലിട്ട് ആട്ടി ഉറക്കാൻ നോക്കും. കുട്ടിക്ക് വിശന്നിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കുഞ്ഞിനെ എടുത്ത് ഓമനിക്കാൻ അറിയില്ല. എൻ്റെ കുട്ടിക്ക് ഉമ്മാൻ്റെ സ്നേഹം പോലും കിട്ടിയിട്ടില്ല. വല്ല അസുഖം കുഞ്ഞിന് വന്നാൽ ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന മരുന്ന് കൊടുക്കാൻ പറഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രം കൊടുക്കും. പിന്നീട് സമയത്തിന് കൊടുക്കാൻ ഓർമ്മ കാണില്ല. ഞാൻ നോക്കി നടക്കണം കൊടുക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ എന്താ പറയുക, ക്ഷമിച്ച് നമുക്ക് നമ്മുടെ അവസ്ഥ ആലോചിച്ച് മരിച്ചു കിട്ടിയാൽ മതി പോലും എനിക്ക് ആയിട്ടുണ്ട് ഷാഫി. പലവട്ടം ഞാൻ സുജൂദിൽ കിടന്ന് മരണം ഖൈറാണെങ്കിൽ എന്നെ ഒന്ന് മരിപ്പിക്കണം എന്ന് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ എല്ലാവരിൽ നിന്നും അകന്നു. ഒറ്റയ്ക്ക് എല്ലാം സഹിച്ചും ആരോട് പറയാതെ ജീവിക്കുന്നു. വീട്ടുകാർക്ക് എന്താണ് അവളെക്കുറിച്ച് അഭിപ്രായം? എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ ഒരിക്കെന്ത് ചെയ്യാനാവും? സ്വന്തം ഭർത്താവ് നാട്ടിലേക്ക് വരുന്ന ദിവസം അറിഞ്ഞിട്ടേ കിടന്നുറങ്ങിയ ആളാണ് എൻ്റെ ഭാര്യ. എനിക്കറിയോ, നട്ടപ്പാതിരേക്കൊന്നുമല്ല ഞാൻ വന്നത്. നാട്ടിലെ 10-10:30 ആയ സമയത്താണ് ഞാൻ ആ വീട്ടിലേക്ക് വരുന്നതെന്ന് ഓർക്കണം. എന്നിട്ട് അതിന് പോലും അവൾ കാത്തിരുന്നില്ല. ഒരു പക്വതയില്ലാത്ത സ്വഭാവമാണ്. എന്താ ചെയ്യുക? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ സമയത്ത് എൻ്റെ ഒരു അവസ്ഥ. വർഷങ്ങൾ കഴിയുന്ന എന്നോട് എന്ത് സുഖമാണോ, എന്താണ് ഗൾഫിലെ വിശേഷം, എന്താണ് കഴിച്ചത് എന്ന് പോലും വിളിക്കുമ്പോൾ പോലും എൻ്റെ ഭാര്യ ചോദിക്കൂല. അവളെ അവസ്ഥ മനസ്സിലാക്കാനേ എനിക്ക് കഴിഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാം ഉള്ളിലൊതുക്കി നടക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ വല്ലാതെ കാര്യമാക്കി അതൊന്നും എടുത്തില്ല. ലീവിന് നാട്ടിൽ വന്നാൽ എനിക്ക് സമാധാനമില്ല. അവളെ കാട്ടിക്കൂട്ടെല്ലാം നേരിട്ട് കാണണം. ഗൾഫിലേക്ക് പോയാലോ ഫോൺ വിളിച്ച് എടുക്കൂല. കുട്ടിയെ കാണാൻ വീഡിയോ കോൾ ചെയ്ത് എടുക്കൂല. അവസാനം ഭ്രാന്ത് കയറി നല്ല ശമ്പളം ഉണ്ടായിരുന്ന ജോലി ഞാൻ ഒഴിവാക്കി എക്സിറ്റ് അടിച്ച് നിർത്തി പോന്നതാ. നിനക്കറിയില്ലേ ആ കാര്യമൊക്കെ? റൂമിലുള്ളവർ അവരുടെ ഫാമിലിയുമായി മണിക്കൂറുകൾ സംസാരിക്കുമ്പോൾ കണ്ടും കേട്ടും ഞാൻ അവരെ ഇടയിൽ അഭിനയിച്ച് ജീവിച്ചു. പങ്കാളി ഉണ്ടായിട്ടും എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളില്ലാതെ വിഷമിക്കുന്നത് മറ്റുള്ളവർ കാണുമെന്ന് ഭയന്ന് പുതപ്പ് മൂടി എത്ര ഞാൻ കരഞ്ഞിട്ടുണ്ട് ഷാഫി. മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത വേദനയാണ്. സ്വന്തം കുട്ടിയുടെ വിശേഷങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ തോന്നുമ്പോൾ മറുപടി തരും. ഒരു കുട്ടിയുടെ ഫോട്ടോ വരെ അയക്കാൻ പറഞ്ഞാൽ അവൾ തോന്നുമ്പോൾ അയക്കും. അങ്ങനെ എന്താ പറയുക, എല്ലാം കൊണ്ടും നമ്മുടെ ക്ഷമയുടെ അങ്ങേയറ്റം എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവളുടെ ഉമ്മാക്കോ മറ്റുള്ളവർക്കോ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ആർക്കൊന്നും പറയാനില്ല. ഞങ്ങളെന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് അവരൊക്കെ കൈമലർത്തും. അങ്ങനെയുള്ളവരോട് നമ്മൾ എന്താ പറയുക? അവരെയും കുറ്റം പറയാൻ പറ്റൂല. കണ്ടാൽ പെണ്ണിനൊരു കുഴപ്പമില്ല, ആരും നമ്മളെ വിശ്വസിക്കൂലല്ലോ. ഒഴിവാക്കാൻ എല്ലാവരും പറയും. പക്ഷേ എൻ്റെ മോൾക്ക് ഞാനല്ലാതെ ആരാണുള്ളത്? മര്യാദക്ക് ഭക്ഷണം പോലും കുഞ്ഞിന് കൊടുക്കൂല അവൾ. കുട്ടികൾ ഈ പ്രായത്തിൽ ഭക്ഷണം ചോദിച്ച് വാങ്ങുമോ? ഉമ്മമാർ വേണ്ടേ കുട്ടികൾക്കൊക്കെ കണ്ടറിഞ്ഞ് കൊടുക്കാൻ? പക്ഷേ ആ പെണ്ണിന് അതും അറിയില്ല. അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം അത് ചെയ്യും. എല്ലാ കാര്യങ്ങളും അവൾ മറന്നു പോകണേ. നമ്മളെല്ലാതും ഒപ്പം പറഞ്ഞ് ചെയ്യിപ്പിക്കണം. അടുത്ത സെക്കൻഡിലെ കാര്യം വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ
A to Z ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നും. അല്ലെങ്കിൽ ചെയ്യൂല, അറിയില്ല. എല്ലാം സഹിച്ചു ക്ഷമിച്ചു എനിക്ക് മടുത്തു ഷാഫി. സമാധാനം ഇല്ലാഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ രാത്രി ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത്. 2 മാസം മുമ്പ് ഞാൻ പുറത്തു പോയി വരുമ്പോൾ കുട്ടി റൂമിൽ നിന്ന് ഉറക്കെ കരയുന്നുണ്ട്. ശ്വാസം പോകുന്ന തരത്തിലായിട്ടുണ്ട് സംസാരം. ഞാൻ വേഗം റൂമിൽ ചെന്ന് നോക്കിയതും ഓള് ഫോണിൽ ആർക്കോ ഫോൺ ചെയ്യാണ്. കുട്ടി തൊട്ടിലിൽ കിടന്ന് കരയുന്നത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. എനിക്കങ്ങോട്ട് ദേഷ്യം കയറി. ഞാൻ കുഞ്ഞിനെ എടുത്ത് നോക്കിയപ്പോഴേ കരഞ്ഞ് കുട്ടി ആകെ കൊഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവളെ മൊബൈൽ വാങ്ങി എറിഞ്ഞു പൊട്ടിച്ച് അവളെ പിടിച്ച് ഉന്തി ഞാനെന്ന്. അവളെ വാതിലിൽ തലയിടിച്ച് അവൾ വീണു. ഞാൻ കൂടുതൽ അവളെ നോക്കാതെ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോയി. മണിക്കൂർ കഴിഞ്ഞല്ല അവളെ കുടുംബത്തിൽ നിന്ന് 4-5 ആളുകൾ വീട്ടിലേക്ക് വന്ന ആകെ പ്രശ്നം. അവളെ അയൽവാസിയുടെ മൊബൈൽ വാങ്ങി വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരെല്ലാം കൂടി വന്നതാണ്. ഞാൻ അവളെ തല്ലി എന്ന് പറഞ്ഞ് അവരെന്നെ തല്ലാനൊക്കെ വന്നു. ഞാനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയായിരുന്നു. ഭ്രാന്തനെ പോലെ എല്ലാവരെയും വീട്ടിൽ നിന്ന് മടിക്കാൻ ചെന്നതോടെ അവർ അവളെയും കുഞ്ഞിനെയും കൊണ്ടുപോയി. ഒച്ചപ്പാടും ബഹളവും ആളുകളെല്ലാവരും കൂടി. എല്ലാവർക്കും എൻ്റെ അവസ്ഥ അറിയാവുന്നതിനാൽ എല്ലാവരും എൻ്റെ കൂടെ തന്നെ നിന്നു. നമ്മളെ എത്രയൊക്കെ ക്ഷമിച്ചിട്ട് കാര്യമില്ല ഷാഫി. ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ നമുക്ക് തലയിലായ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല. പിന്നെ അവർ പോയി കേസ് കൊടുത്തു. എൻ്റെ വീട്ടുകാർ ആ സമയത്ത് എവിടെയും പോയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഞാൻ അവളെ കല്യാണം കഴിഞ്ഞത് മുതൽ ഉപദ്രവിക്കാറുണ്ട് എന്നൊക്കെയാണ് അവർ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മുന്നിൽ വെച്ച് ആ പെണ്ണ് എനിക്കെതിരെ ഇല്ലാത്ത കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ നോക്കി നിന്നു. എല്ലാം ക്ഷമയോടെ നേരിട്ട് ആരോടും പറയാതെ നടന്ന എന്നെക്കുറിച്ച് അവൾ വീട്ടുകാരും കുടുംബക്കാരും പറയുന്നത് പോലെ പോലീസിനോട് പറയുന്നു. നിനക്കറിയ ഷാഫി, നിന്നോട് പോലും എനിക്ക് പറയാൻ അറപ്പുളവാക്കുന്ന കാര്യങ്ങൾ ആ പെൺകുട്ടിയിൽ നിന്ന് ഞാൻ നേരിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട്. ഞാനത് മറച്ചു വെക്കുന്നത് ഭാര്യയോട് പറയാൻ പാടില്ലാത്ത എല്ലാ കുറവുകളും കുറ്റങ്ങളും മറ്റുള്ളവരോട് പറയണ്ട എന്ന് കരുതിയാണ്. അതിന് നിങ്ങൾ നാളെ പ്രതിഫലം ഉണ്ടെന്ന് പഠിച്ചത് കൊണ്ടാണ് ഷാഫി. എല്ലാം നിനക്കറിയില്ല അതൊക്കെ. റഹീമിൻ്റെ ഈ സംസാരം കേട്ട് ഷാഫി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് വിഷമത്തോടെ ചോദിച്ചു, അല്ല ഇപ്പോൾ അവരും പോലീസും ഇപ്പോൾ എന്താ പറയുന്നത്? 10 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് പറയുന്നത്. അവസാനം എല്ലാവരും കൂടി ഒത്തുതീർപ്പാക്കി ഒരു 5 ലക്ഷം കൊടുക്കണം. അവളെ ആഭരണങ്ങളും തിരികെ നൽകണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കാം എനിക്ക്. 10 പൈസ കയ്യിലില്ലാതെ കടം കയറി നിൽക്കുന്ന ഞാൻ 5 ലക്ഷം എവിടെ നിന്ന് കൊടുക്കാനാണ് ഷാഫി? അവർ കോടതിയിൽ പോകട്ടെ. ജയിലിൽ പോയി കിടക്കാനാണ് ഇപ്പോൾ എൻ്റെ തീരുമാനം. ഞാനൊക്കെ ഈ ദുനിയാവിനൊരു ഭാരമാണ് ഷാഫി എന്ന് പറഞ്ഞ് റഹീം ഷാഫിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയൊന്നും പറയില്ല റഹീമേ. നമ്മളെ അനുഭവിക്കുന്നത് ഈ ലോകം ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും. പക്ഷേ എല്ലാം കാണുന്ന ഒരാളില്ലേ, മോനുണ്ടാവും നമുക്ക്. ഇത്രയൊക്കെ നീ ക്ഷമിച്ചില്ലേ, പടച്ചോൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഷാഫി, എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ചോർത്ത് പേടിയ സങ്കടം ഒന്നുമില്ല. എൻ്റെ വീട്ടുകാരെ ഓർക്കുമ്പോഴാണ് സങ്കടം. അവർക്ക് ആകെയുള്ള ഒരു മോനാണ് ഞാൻ. എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് സമാധാനം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതോർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സങ്കടം. നീ എങ്ങനെയൊന്നും ആലോചിക്കാതെ റഹീമേ. നമുക്ക് ലഭിച്ച ജീവിതം എങ്ങനെയാണ്, അതിന് നമ്മൾ എന്ത് ചെയ്യാം? അതെല്ലാം ശരിയാവും. നീ ഇപ്പോൾ ഒന്ന് കരയാതിരിക്ക്. എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ടാക്കാം ഇൻഷാ അല്ലാഹ്. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ.